നമസ്കാരം. പ്രധാന വാർത്തകൾ. കെഎസ്ആർടിസിയെ തകർക്കുന്ന കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തൊടുപുഴ കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. പെൺകുട്ടികളുടെ വിവാഹപ്രായം സംബന്ധിച്ച യൂത്ത് ലീഗ് നിലപാട് സ്വാഗതാർഹമെന്നും ഉഴവൂർ വിജയൻ. മാവേലി ഭരണകാലത്തെ ഐക്യവും സാഹോദര്യവും തിരിച്ചുവരികയാണെന്ന് മന്ത്രി പി.ജെ. ജോസഫ്. വാർത്തകൾ വിശദമായി. ഡീസൽ സബ്സിഡി എടുത്തുകളഞ്ഞ് കെഎസ്ആർടിസിയെ പ്രതിസന്ധിയിലാക്കിയ കേന്ദ്ര നയത്തിനെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൊടുപുഴ കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. മാർച്ച് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ലതീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെഎസ്ആർടിസി ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഡീസലിന്റെ സബ്സിഡി വെട്ടിക്കുറച്ചുകൊണ്ട് വലിയ ഉപഭോക്താക്കൾ കൊടുക്കുന്ന തരത്തിലുള്ള വില കൊടുത്ത് കെഎസ്ആർടിസി ഡീസൽ വാങ്ങണമെന്ന ഒരു ഉത്തരവ് നടപ്പിലാക്കിയതിലൂടെ പൊതുമാർക്കറ്റ് ലഭിക്കുന്നതിൽ നിന്ന് ഏതാണ്ട് 14 രൂപയോളം അധികം കൊടുത്ത് ഡീസൽ വാങ്ങേണ്ട ഗതികേടിലേക്ക് ഈ സ്ഥാപനത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് കേരള സംസ്ഥാനം ഭരിക്കുന്ന ഈ വകുപ്പ് മന്ത്രിയായിരുന്നാലും അതിനു നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിനു നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയായിരുന്നാലും അവർ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ ഈ പൊതുമേഖലാ സ്ഥാപനം ഇനി ആരു നോക്കിയാലും രക്ഷപ്പെടുകയില്ല എന്ന തരത്തിലാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം സംബന്ധിച്ച യൂത്ത് ലീഗ് നിലപാട് സ്വാഗതാർഹമെന്ന് എൻസിപി മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉഴവൂർ വിജയൻ. എന്നാൽ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെയും ചില മതസംഘടനാ നേതാക്കളുടെയും നിലപാട് അപഹാസ്യമാണ്. തിരഞ്ഞെടുപ്പിൽ ലാഭം കൊയ്യാനാണ് ലീഗ് ശ്രമം. എന്നാൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ പിന്തുണ ഇവർക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബാല്യവിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. ബാല്യവിവാഹം കഴിച്ചില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് എന്നുള്ള നിലയിൽ വരുത്തി തീർക്കാൻ അത് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പ്രശ്നമല്ല. അവരെ അപമാനിക്കാൻ വേണ്ടി ലീഗുകാർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പ്രചരണ ആയുധമാക്കി കൂടുതൽ വോട്ട് സമ്പാദിക്കാനാണ് നോക്കുന്നത്. കിട്ടിയാൽ അത് വേറെ കാര്യം. ഏതായാലും ഇന്ന് ലീഗിൻ്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഇത് സംബന്ധിച്ച് പറഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞേക്കരുത് എന്ന് വെച്ചാൽ അവർക്ക് വിവരം ഏകദേശം പിടികിട്ടി. യൂത്ത് ലീഗുകാരുൾപ്പെടെ പുരോഗമന ചിന്താഗതിയുള്ള മുസ്ലിം മതപണ്ഡിതന്മാരും അതുപോലെ നേതൃത്വത്തിലുള്ളവരൊക്കെ അതിന് എതിരായി പറയാൻ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ്. അതൊരു തരത്തിലും പ്രത്യേകിച്ച് ഈ ശിശുക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലമാണല്ലോ ഇപ്പോൾ, 2.5 വയസ്സ് 3.5 വയസ്സ്. അപ്പോൾ അതിനിടയ്ക്ക് ഇനി അതിനൊരു ഔദ്യോഗിക അംഗീകാരം കൂടെ കൊടുത്ത് അങ്ങനെ ഒരു ലൈംഗിക ചൂഷണത്തിനുള്ള അവസരം ഉണ്ടാക്കുന്നത് ശരിയല്ല. അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് പ്രാകൃതമായ ഒരു നടപടിയാണ്. അത് വോട്ടിനെ ലാക്കാക്കിയോ മറ്റു തരത്തിലോ പറയാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ജനങ്ങളാകെ ഒന്നിച്ച്, പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ജനവിഭാഗം ഈ കാര്യത്തിന് അനുകൂലമല്ല. ലീഗുകാർ അതിൻ്റെ മൊത്തക്കച്ചവടം അങ്ങ് ഏറ്റെടുത്തിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. അതിലെന്ത് നഷ്ടം വരുമെന്ന് നോക്കി കോൺഗ്രസിൻ്റെ കൂട്ട് അത് പറഞ്ഞാൽ ലീഗ് മുന്നണി വിടുവോ? അല്ലെ അവർക്ക് എന്നാ തോന്നും? അതിലൊന്നും തോന്നാനില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ ഇടുക്കി ജില്ലയിൽ വരുന്നത് കോൺഗ്രസുകാരുടെ അടി കാണാൻ കൂടിയാണെന്ന് ഉഴവൂർ വിജയൻ പറഞ്ഞു. പി.ടി. തോമസിനെ വഴിയിൽ തടയുമെന്നാണ് ഐക്കാർ പറയുന്നത്.
പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിന്റെയൊക്കെ ഫലം വൈകാതെ അറിയുവാൻ കഴിയും എന്നും അദ്ദേഹം പറഞ്ഞു. പട്ടയ വിതരണ കാര്യത്തിൽ സർക്കാർ അലംഭാവത്തിനെതിരെ NCP പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, മാറ്റിയൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. അതേതായാലും വരുമ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ അടി വളരെ നല്ല നിലയിൽ ആരംഭിച്ചിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഇടുക്കി ജില്ലയിലേക്ക് വരുന്നത് മൂന്നാറിൽ മാത്രം പോകാനല്ല, കോൺഗ്രസ്സുകാരുടെ അടിയും കൂടെ നേരിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലം. ടിക്കറ്റ് എടുക്കാതെ നല്ല രസകരമായ യൂത്ത് കോൺഗ്രസിൻ്റെ അടി. അത് കഴിഞ്ഞാൽ PT തോമസിനെ വഴിയിൽ തടയും. ഇവിടെ ഉമ്മൻചാണ്ടിക്കെതിരെ ഞങ്ങളൊരു ചെറിയ കരിങ്കൊടി ഒന്ന് കാണിച്ചപ്പോൾ എന്തൊരു ഭയാനകം, ഭീകരം, പൈശാചികം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. കരിങ്കൊടി കാണിക്കുന്നത് എന്തോ പൈശാചികം എനിക്കറിയാം. ആ പാവം PC ജോർജ് ഇവിടെ വന്നു. എങ്ങനെ സർക്കാരിൻ്റെ ചീഫ് വിപ്പല്ലേ? കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങേരെ വഴി നീള ചീമുട്ട ഇറങ്ങിയ. ഇവിടുത്തെയൊക്കെ മുട്ടയുടെ വില എനിക്കറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നല്ല മുട്ടയ്ക്ക് 5 രൂപയും ചീമുട്ടയ്ക്ക് 7 രൂപയാണ്. എന്നുവെച്ചാൽ എല്ലാം ജോർജിനെ അറിയാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ രാവിലെ മേടിച്ചുകൊണ്ട് പോവുകയാണ് കൊട്ടക്കണക്കിന്, അല്ലാതെ കഴിക്കാനല്ല. നല്ല മുട്ടയാണെങ്കിൽ ഓംലെറ്റ് അടിച്ചിലും അവർക്ക് കഴിക്കാൻ, സ്റ്റാഫിനൊക്കെ. ഇത് ആ പൊസിഷനിലാണ് അതിൻ്റെ ഒരു പോക്ക്. ആരെയും കിട്ടിയില്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ളവനെ കുറിയിട്ട് അവൻ്റെ പേരെടുത്ത് അവനെ അടിച്ചു കൊല്ലുക, വെട്ടിക്കൊല്ലുക, അതാണ് പരിപാടി. വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിയമ ബോധന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ലീഗൽ മെട്രോളജി അസിസ്റ്റന്റ് കൺട്രോളർ CV ബാബു, വ്യാപാര ക്ഷേമനിധി ബോർഡ് അംഗം മാരിയിൽ കൃഷ്ണൻ നായർ എന്നിവർ ക്ലാസ് നയിച്ചു. മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാഗുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. തൊടുപുഴ വ്യാപാര ഭവനിലായിരുന്നു ക്ലാസ്. നമ്മുടെ വെരിഫിക്കേഷൻ, സ്റ്റാമ്പിംഗ് കാര്യങ്ങൾ അത് നിങ്ങൾക്കറിയാലോ. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ നിലവിലുള്ള വെയിങ് ഇൻസ്ട്രുമെന്റ്സ്, വെയിങ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വർഷാവർഷം സ്റ്റാമ്പ് ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്ന ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുമാണ്. അത് പ്രൈവറ്റൈസ് ചെയ്യുന്നതിനുള്ള സ്വകാര്യ വ്യക്തികൾ ആ ചുമതല സ്വകാര്യ വ്യക്തികൾ കൈമാറുന്നതിനുള്ള ഒരു പ്രൊവിഷൻ കൂടെ ഈ പുതിയതായി വന്ന നിയമത്തിൽ ചേർത്തിട്ടുണ്ട്. ഒരു വ്യത്യാസം അതാണ്. പിന്നെ പറയാവുന്ന ഒരു വ്യത്യാസം, നിങ്ങൾക്ക് അത്ര സന്തോഷമുള്ള വ്യത്യാസമല്ല, ഇതിലെ ഫൈനുകളെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതിന്റെ 5-10 ഇരട്ടിയൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ പുതിയ നിയമം വന്നപ്പോൾ. പിന്നെ അത് കൂടാതെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പറിൽ ഒരു റൂളിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, ഒരു വലിയ ഷീറ്റുള്ളത്. ആ വലിയ ഷീറ്റുള്ളതിൽ കുറച്ച് കോപ്പീസേ ഉള്ളൂ. അത് പുതിയതായിട്ട് വന്ന റൂളില് 2011 സ്റ്റേറ്റ് റൂളില് വന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് എന്ന് പറയുന്നത്, നേരത്തെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫൈൻ ഉണ്ടാവും, ഒരു up to 5,000, up to 10,000, up to 25,000 എന്ന് പറഞ്ഞൊരു ഫൈൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, നമ്മളുടെ ഈ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന കേസുകളിൽ ഭൂരിഭാഗം വളരെ അപൂർവമായിട്ട് ഒബ്സ്ട്രക്ഷൻ ടു ഡ്യൂട്ടി, ഒബ്സ്ട്രക്ഷൻ ടു എൻട്രി, അതുപോലുള്ള CCS സാധനങ്ങൾ പിടിച്ചു തടയുക, അതുപോലെയുള്ളവ ഒഴികെ എല്ലാം തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഫൈൻ അടച്ച് തീർക്കാൻ പറ്റുന്ന ഒഫൻസസ് ആണ്. മാവേലി ഭരണകാലത്തെ ഐക്യവും സാഹോദര്യവും തിരിച്ചു വരികയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് രൂപപ്പെടുന്ന കൂട്ടായ്മകൾ ഇതാണ് തെളിയിക്കുന്നത്. ലോകത്തെവിടെയും മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മെർച്ചന്റ് അസോസിയേഷനും DTPCയും നഗരസഭയും ചേർന്ന് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തൊടുപുഴയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ മാരിയിൽ കൃഷ്ണൻ നായർ, TM സലീം, ജെയിനം ജോസഫ്, ഷാഗുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്പെഷ്യൽ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാക്കളായ തൊടുപുഴ പ്രതീക്ഷാ ഭവനിലെ കുട്ടികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഓണാഘോഷം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളുള്ളിടത്തെല്ലാം ഓണം ആഘോഷിക്കുന്നു. വിദേശ നാടുകളിലും ആഘോഷിക്കുന്നു. എല്ലാം കൃത്യം ഓണ ദിവസമായിരിക്കണമെന്നില്ല. അമേരിക്കയിൽ നിന്ന് എൻ്റെ സഹോദരി വിളിച്ചപ്പോൾ അവരും ഓണം ആഘോഷിച്ചതായി പറഞ്ഞു. ഇലയ്ക്ക് പകരം പ്ലാസ്റ്റിക് ഇലയായിരുന്നു എന്ന് മാത്രം. എങ്കിലും കേരള തനിമ നിലനിർത്തിക്കൊണ്ട് സാമ്പാറും അവിയലും ഓലനും എല്ലാം വിദേശത്ത് വളരെക്കാലമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ആ മലയാളി തനിമ പുലർത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്കും ആ സന്ദേശം കൈമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ ആളുകൾ ഇതിൽ സഹകരിച്ചു. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ
നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. വണ്ടമറ്റം റെസിഡൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. മന്ത്രി PJ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് പോൾസൺ മാത്യു അധ്യക്ഷനായിരുന്നു. ഈ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നു. 50 കുടുംബങ്ങൾ നമ്മൾ പറഞ്ഞത്, അവരെല്ലാം തമ്മിൽ നല്ല ഒരു ബന്ധം ഉണ്ടാവുകയാണ്. അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണ്. കല്യാണം വന്നാൽ മറ്റെന്തെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും ഇവരെല്ലാവരും സ്വാഭാവികമായി എല്ലാവരോടും ഉണ്ടാവും. അവരൊക്കെ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിത് കൂടി പല കാര്യങ്ങളും ചെയ്യും. മാലിന്യമില്ലാത്ത ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നറിയുന്ന ഏറ്റവും സന്തോഷം. മാലിന്യമില്ലാത്ത മലയാളമാണ് എന്ന മുദ്രാവാക്യം ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉയർത്തിയിരുന്നു. കാരണം നമ്മുടെ ആരോഗ്യത്തെ ഏറ്റവും ബാധിക്കുന്ന ഒരു വിഷയമായി മാലിന്യങ്ങൾ മാറിയിരിക്കുന്നു. കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ആലോചിക്കാവുന്ന മറ്റു കാര്യങ്ങളുമുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു പച്ചക്കറിത്തോട്ടം എവർക്കും ആലോചിക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ കഴിയും. അസോസിയേഷൻ പ്രസിഡന്റ് പോൾസൺ മാത്യു അധ്യക്ഷനായിരുന്നു. യോഗത്തെ തുടർന്ന് ജാഫർ ഇടുക്കിയുടെ നേതൃത്വത്തിൽ കലാസന്ധ്യയും അരങ്ങേറി. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റി വാർഷിക പൊതുയോഗം തൊടുപുഴ വ്യാപാര ഭവനിൽ നടന്നു. പ്രസിഡന്റ് NP ചാക്കോ, R രമേശ്, K കലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച യൂണിറ്റായി വഴിത്തല യൂണിറ്റിനെ തെരഞ്ഞെടുത്ത് ഉപഹാരം നൽകി. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ ജില്ലയിലെ 9 ബ്ലോക്കുകളിലായിട്ട് 132 യൂണിറ്റുകളെ ഓരോ ബ്ലോക്കിന്റെ കീഴിൽ കൊണ്ടുവന്ന അങ്ങനെയാണ് ബ്ലോക്ക് തല പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ ബ്ലോക്ക് തല പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ യൂണിറ്റുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ, സംഘടന നടത്തുന്ന സമര പരിപാടികൾ തുടങ്ങിയവയിൽ യൂണിറ്റുകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ അതിനകത്ത് അംഗങ്ങളെ പങ്കെടുപ്പിക്കുക, അതുപോലെ തന്നെ നിർജീവമായിട്ടുള്ള യൂണിറ്റുകളുണ്ടെങ്കിൽ നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ തൊടുപുഴയോ അതുപോലെയുള്ള വലിയ ടൗണുകളോ ഉള്ള യൂണിറ്റുകളല്ല, വളരെ ഹൈ റേഞ്ചില് വളരെ പോക്കറ്റ് ഏരിയകളിലുള്ള യൂണിറ്റുകൾ, വളരെ ചിലപ്പോൾ പ്രവർത്തനത്തിൽ സജീവമല്ലാത്ത യൂണിറ്റുകളുണ്ടാകാം. ആ യൂണിറ്റുകളിൽ നമ്മൾ കടന്നു ചെല്ലുകയും അവിടെ മന്ദീകരിച്ചിട്ട് പ്രവർത്തനങ്ങളുള്ള യൂണിറ്റുകളിൽ ഒരു ജീവനം നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ബ്ലോക്ക് കമ്മിറ്റികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഭരണസമിതിയുടെ കാലത്ത് ഈ നമ്മൾ വളരെ ശ്രദ്ധേയമായ രീതിയിൽ നമുക്കൊരു ജില്ലാ സമ്മേളനം കഴിഞ്ഞ സംസ്ഥാനത്ത് തൊട്ടാകെ 14 ജില്ലകളിലും സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ സമ്മേളനങ്ങൾ നടത്തി. അതിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ജില്ലാ സമ്മേളനം സംസ്ഥാന തലത്ത് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു ജില്ലാ സമ്മേളനമാണ്. SBT അടക്കമുള്ള അസോസിയേറ്റ് ബാങ്കുകളെ SBIയിൽ ലയിപ്പിക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഈ മാസം 25-ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തും. KSU ജില്ലാ പഠന ക്യാമ്പ് സെപ്റ്റംബർ 27-28 തീയതികളിൽ കുമളി ഹോളിഡേ ഹോമിൽ നടക്കും. സെപ്റ്റംബർ 29 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ തൊടുപുഴ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള സാൻജോ ക്ലിനിക്കിൽ സൗജന്യ ശ്വാസകോശ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും നടത്തും. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ നടത്തിവരുന്ന ആധാർ അദാലത്ത് തിരക്ക് പരിഗണിച്ച് ഈ മാസം 25 വരെ നീട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയെ തകർക്കുന്ന കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് DYFI തൊടുപുഴ KSRTC ഡിപ്പോയിലേക്ക് മാർച്ച് നടത്തി. പെൺകുട്ടികളുടെ വിവാഹപ്രായം സംബന്ധിച്ച യൂത്ത് ലീഗ് നിലപാട് സ്വാഗതാർഹമെന്നും ഉഴവൂർ വിജയൻ. മാവേലി ഭരണകാലത്തെ ഐക്യവും സാഹോദര്യവും തിരിച്ചുവരികയാണെന്ന് മന്ത്രി PJ ജോസഫ്.
ഈ ബുള്ളറ്റിനൂടെ അവസാനിക്കുന്നു. നന്ദി.